ജെൻസീനെ കുറെ കുറ്റം പറഞ്ഞ ഒരാളാണ് ഞാൻ. ആസ് എ മില്ലേനിയൽ, ഗോഡ് ഐ എം സോ സോറി. ബിക്കോസ് ഇന്ത്യക്ക് ഒരു മാറ്റം വേണം എന്ന് ആദ്യം ഒരു പക്ഷേ തീരുമാനിച്ചത് അവരാണ്. ബിക്കോസ് അവരാണ് ഏറ്റവും അധികം ഈ നാട്ടിൽ സഫർ ചെയ്യുന്നതെന്ന് നേരിട്ട് പോയി ഞാൻ കണ്ടു. ഐ എം വെരി ഹാപ്പി ദിസ് ഇസ് ഹാപ്പനിങ് ഹിയർ ഫൈനലി. ഞാൻ ആക്ച്വലി ഇത് വളരെ ഇന്റൻസ്ലി ഫോളോ ചെയ്ത ആൾക്കാരിൽ ഒരാളാണ്. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് എത്ര നാളായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇതിന്റെ തുടക്കം മുതൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊന്ന് കൈവെക്കുവോ? ഓക്കെ. And then പതുക്കെ ഓരോ ദിവസവും the number of people increase. And today it is probably one of the most unexpected, strongest protests India has seen. And that is because of people like you. Okay, the Gen Z-നെ കുറെ കുറ്റം പറഞ്ഞ ഒരാളാണ് ഞാൻ. As a millennial, I have always thought that അറിയാലോ, you know how people treat you sometimes. People think you guys are lazy, you guys don't do these things, but my God, I am so sorry. Because ഇന്ത്യക്ക് ഒരു മാറ്റം വേണം എന്ന് ആദ്യം ഒരു പക്ഷേ തീരുമാനിച്ചത് അവരാണ്. ബിക്കോസ് അവരാണ് ഏറ്റവും അധികം ഈ നാട്ടിൽ സഫർ ചെയ്യുന്നതെന്ന് നേരിട്ട് പോയി ഞാൻ കണ്ടു. ആൻഡ് ലിസൺ, നമ്മൾ ഈ വീഡിയോസിൽ കാണുന്ന ഒന്നുമല്ല അവരവിടെ. The attitude of these kids, is you can't compare it to anything else. These guys are chirichina adiyullum chelarokke. Like, oh, okay, tear gas, come on, bring it on. I mean, it's unbelievable how they're doing it. And it is that sense of humor, it is that light-heartedness, it is that brave. You're so brave. ഭയങ്കര brave ആണ്. ഇത്രയും ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഈ പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നേനെ. I'm telling you, but you guys have that. And ആ ഒരു സംഭവം ഇപ്പം വളരെ ഇന്റൻസ് ആയി ജന്തർ മന്തറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്, അല്ലെ? നമ്മൾ ചോദിക്കുന്നത് is for an answer, accountability. Tell us why. Make this guy resign. He is the head of the education department. Education ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പം why is he not held accountable? Why are you not coming and talking to us? Why are you not having a dialogue? ഒരു ഡെമോക്രസി, ഒരു ജനാധിപത്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമല്ലേ? Listen to your people because we elected you. It's unbelievable. Can I tell you something? അവിടെ പോയി എനിക്ക് തോന്നിയത്, I have a doubt that we are a democracy. I seriously doubt this now. കേരളത്തിൽ നമ്മൾ വളരെ പ്രിവിലേജിൽ ജീവിക്കുകയാണ് ഗൈസ്. We are so lucky. We are so privileged. ഇവിടെ എന്ത് അടികൂടിയാലും when it comes to മനുഷ്യത്വം we are all good. It is not like that. It is so polarized there. It is unbelievable. അവിടെ ഡൽഹി എയർപോർട്ടിൽ ഒരു ടാക്സി കയറിയാൽ തുടങ്ങും polarization. അപ്പൊ തുടങ്ങും. It's unbelievable. And I was not somebody who reacted on everything. Of course, I have my interests. I like dogs. ഇപ്പൊ അത് മാറ്റി പാറ്റയായി. അത്രേ ഉള്ളൂ. അതിനുവേണ്ടി അങ്ങനെയൊക്കെയാണ് ആൾക്കാർ എഴുതുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? It's crazy. But I want you to know that if you don't catch on this momentum and if people don't join this protest right now, it might be too late, guys. ഇത് ഭയങ്കര ഇന്റൻസ് ആയി നടക്കുന്ന ഒരു ഇതാണ്. ആൻഡ് ഒരു രീതിയിലും ഈ ഗവൺമെന്റ് കേൾക്കുന്നില്ല. ധാർഷ്ട്യം എന്നൊക്കെ പറയില്ലേ, ആരഗൻസ്, ഈഗോ, ഇതൊക്കെ ഇത്രയും പറ്റുമെന്ന് ഞാൻ അവിടെ പോയിട്ട് അറിഞ്ഞ. ബിക്കോസ് ഞാൻ ആക്ച്വലി കോഡോൺ ഓഫായ ഒരു ഏരിയയിൽ സ്റ്റക്കായി പോയി. നിങ്ങൾ ട്രക്ക് കണ്ടു. ആ ട്രക്കിന്റെ കീസ് എടുത്തുകൊണ്ട് പോയി, ടയേഴ്സ് മാറ്റി, ഗീതാഞ്ജലി മാമിനെ വലിച്ചുകൊണ്ട് പോയി, അഭിജിത്തിനെ കൊണ്ടുപോയി. അതൊക്കെ രാവിലെ നടന്ന സംഭവമാണ്. ഞാൻ ഉച്ചയ്ക്കാണ് അങ്ങോട്ട് കയറി പോകുന്നത്. പിന്നെ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 3 ലെയർ ഓഫ് ബാരിക്കേഡ്സ് കഴിഞ്ഞിട്ട് ബാക്കിൽ അവർ ബാരിക്കേഡ് ചെയ്തു. സോ ദേ കൈൻഡ് ഓഫ് കട്ട് us off. എന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും ആരൊക്കെ ഉണ്ടായിരുന്നോ പുറത്തിറങ്ങുന്നവരെ ടിയർ ഗ്യാസും ലാത്തി ചാർജും ചെയ്യുന്നു, ബാക്കിലുള്ള ആൾക്കാരെയും ടിയർ ഗ്യാസ് ആൻഡ് ലാത്തി ചാർജ് ചെയ്യുന്നു. സോ വാട്ട് ദേ were trying to do is divide and disrupt. ഇതിനിടയിൽ അഭിജിത്ത് വേറെ സ്ഥലത്ത്, അശുതോഷ് ആൻഡ് സൗരവ് വേറെ സ്ഥലത്ത്. they were detained. They lied to these guys saying come for a conversation. വരുമെന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് JP നദ്ദയുടെ വീട്ടിൽ കൊണ്ടുപോയി ഡീറ്റെയിൻ ചെയ്ത് ഫോൺ മാറ്റി വെച്ചു. അപ്പൊ they divided the people who were in charge. Look at the extent these guys are going to disrupt a peaceful protest. വളരെ പീസ്ഫുൾ ആയ ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഇത്. നിങ്ങൾ മീഡിയയിൽ വളരെ ഡിഫറെന്റ് നാരറ്റീവ്സ് കാണുന്നുണ്ടാവും. ബിക്കോസ് നാഷണൽ മീഡിയ ഒന്നും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങളെ പോലത്തെ ആൾക്കാരാണ് അവിടെ. യു നോ, പീപ്പിൾ ഹു ആർ വാക്കിംഗ് വിത്ത് എ ഫോൺ. Just because they are documenting, you are getting your actual news that is happening in the country through Instagram. It's sad.
that the national medias are not picking this up. It is an embarrassment that we live in a country where this is happening. And you should be very, very scared. Trust me, be very scared because they don't give a damn about you. They don't. പക്ഷേ you guys are the majority in this country. Please understand that. നിങ്ങളാണ് നമ്മളുടെ future. നിങ്ങളാണ് ഈ majority. I think 60-70% of India belongs to you. So we were useless for the last 10 years. Maybe you guys need to make a difference. We'll follow. We'll follow you. Show us the way. And you're doing a brilliant job. പക്ഷേ ഇതിന്റെ ഒരു ഇതിൽ നമുക്കൊന്ന് മുന്നോട്ട് പോകാൻ പറ്റും. I hope change happens. Raise your voice as much as you can. Amplify it. Let people know. Let this become a revolutionary moment for India because right now it's #SaveIndia. You need to save India. And I can go on talking, but I'm going to leave it here. Thank you. നാളെ വൈകുന്നേരം I think ഒരു മാർച്ച് നടക്കുന്നുണ്ട് from Maharajas College to BSNL office. You're asking for the resignation of the education minister and much other demands as well. Adil pangujaran agrahullavaru, please, I hope you will make it for tomorrow as well. Thank you.